പാടു പൊന്മയിലേ നാലാളുകൂട്ടം വരും, പാടു കുടിയിലേ മേളാളുകൂട്ടം വരും. തൃശ്ശൂരിൽ കലാപൂരം പൊടിപൊടിക്കുകയാണ്. ഓരോ വേദികളിലും മത്സര ഇനങ്ങൾ മാറി മാറി വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ തൃശ്ശൂർ ഗ്രൗണ്ട് ഒക്കെ ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്ന നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ ഇപ്പോൾ അവർ ഒരു വിശ്രമ വേളയിലാണ്. അവർക്കിടയിലും കുറച്ച് കലാകാരികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്യാമറ അവരിലേക്ക് ഒന്ന് എത്തിക്കൊണ്ടുപോവാം അല്ലേ? എന്തായാലും തൃശ്ശൂര് പൂരാവേശത്തില് കലോത്സവം അങ്ങോട്ട് പൊടി പഠിക്കുക, അതിനെക്കാട്ടി ആവേശത്തിലാണ് ഇവിടെ നമ്മുടെ ചേച്ചിമാര്. അപ്പൊ എങ്ങനെയാണ് പൂരം? അടിപൊളി. ആര് എന്തെങ്കിലും പരിപാടികൾ കാണാൻ സമയം കിട്ടിയോ ഇതിന്റെ ഇടയ്ക്ക്? പണി കൂടെ ചോക്കൊന്നും ഒരു ഭാഗം കാണും, തിരിച്ചു കൊണ്ടേക്കുമ്പോ രണ്ടാമത്തെ ഭാഗം കാണും. അങ്ങനെ എന്നാലും പക്ഷെ ഇതിനിടയ്ക്ക് ഒരുപാട് കലാകാരികളുണ്ട്. വന്നപ്പോഴേ ഒരു പാട്ടൊക്കെ ഒരാൾ പാടിയിരുന്നു. അപ്പൊ ഒന്ന് കൈയടിച്ചങ്ങോട്ട് ക്ഷണിക്കും, കൈയടിക്കാം, ആവേശമായിക്കോട്ടെ. അമ്പലപ്പുഴ കടവിൽ വെച്ചോ മുണ്ടക പാടവരമ്പിൽ വെച്ചോ ആങ്കിളിയെ കണ്ടോ ഞാൻ, കാട്ടുചെമ്പകചന്തം നാട്ടുമണി ചന്തം കണ്ടപ്പോൾ തൊട്ടേ കണ്ണിൽ കണ്ണായി നിന്നവളെ കണ്ണാടി പൂവേ, അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടക പാടവരമ്പിൽ വെച്ചോ ആൺകിളിയാ പൂങ്കിളിയെ കണ്ടോ. ഈ കലോത്സവം എങ്ങനെയുണ്ട്? വന്നവരൊക്കെ ഉഷാറാണ്. അപ്പം ഇവിടെ ഉഷാറാണ്, വന്നവരായിട്ട് കൂടുതൽ ഉഷാറാണ് ഞങ്ങള്. കാരണം ഞങ്ങൾ എവിടെയെങ്കിലും തളർന്നു കഴിഞ്ഞാൽ വന്നവരൊക്കെ തളർന്നു പോകും, അത് നടക്കില്ല. അപ്പൊ ഞങ്ങള് അവരെക്കാളും ഡബിൾ ഉഷാറിലാണ് ഞങ്ങൾ നടക്കുന്നത്. റെസ്റ്റ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട് എന്റെ ഇടയ്ക്ക്? ഞങ്ങക്ക് പണി കഴിഞ്ഞാൽ റെസ്റ്റ്. ഇനി ഏത് പാട്ടാ? എന്നും വരും വഴി വക്കിൽ അവളെന്നോടൊന്നുമില്ല, പൊന്നെ പോയി മറഞ്ഞോ ഇനി എന്നും ഈ വഴി വക്കിൽ, നീ മറഞ്ഞോ ഇനി എന്നും ഈ വഴി വക്കിൽ. ഓക്കെ, ഉഷാറായിട്ട് പണിക്കിടയിലും ഈ എല്ലാ വേദികളും ഒക്കെ കണ്ടിറങ്ങി എല്ലാവർക്കും പരിപാടിയൊക്കെ കാണാൻ പറ്റട്ടെ. എന്നിട്ട് ഉഷാറായി നമ്മുടെ തൃശ്ശൂരിലേക്ക് കപ്പ് കൊണ്ടുവരുന്നത്. നമ്മുടെ തൃശ്ശൂർ അടിച്ചെടുക്കണം, കപ്പ് അടിച്ചെടുക്കും. അപ്പൊ തൃശ്ശൂർക്ക് കപ്പ് കിട്ടണം എന്നാണ് ചേച്ചിമാരുടെ ഒക്കെ ആഗ്രഹം. ക്യാമറമാൻ സ്വാതി സന്തോഷ് കൈരളിനോ.